പാകിസ്ഥാനിലെ ബലാക്കോട്ടിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ തിരിച്ചടിയിൽ എത്ര പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന കണക്കിൽ ഇപ്പോഴും വ്യക്തതയില്ല. മിഷൻ വിജയകരമാണെന്ന് ഇന്ത്യ വാദിക്കുമ്പോഴും എത്ര പേർ കൊല്ലപ്പെട്ടെന്നുള്ള വിവരങ്ങൾ മാത്രം പുറത്തുവിടുന്നില്ല. എത്ര പേർ കൊല്ലപ്പെട്ടെന്നതിന്റെ കണക്ക് സർക്കാരിന്റെ പക്കൽ ഉണ്ടെന്നായിരുന്നു വ്യോമസേന മേധാവിയുടെ പ്രതികരണം. അതേസമയം പ്രതിരോധ സെക്രട്ടറി നടത്തിയ പത്രസമ്മേളനത്തിനപ്പുറം മറ്റൊന്നും തനിക്ക് പറയാനില്ലെന്ന് പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമനും ആവർത്തിച്ചതോടെ കണക്കുകൾ വെറും വായ്ക്കണക്കുകൾ ആയി തന്നെ തുടരുകയാണ്. ഇതിനിടെയാണ് ഇന്ത്യയുടെ മിന്നൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്നതിനായി ശവക്കുഴികൾ ഉണ്ടാക്കുന്ന പാകിസ്ഥാനികളുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. എന്നാൽ സർക്കാരിനെ വെട്ടിലാക്കി ഇന്ത്യൻ തിരിച്ചടിയിൽ ആളപായങ്ങൾ ഇല്ലെന്നാണ് പാകിസ്ഥാൻ ആവർത്തിക്കുന്നത്. അതേസമയം കണക്കിൽ പ്രതിപക്ഷം സർക്കാരിനെ കുരുക്കുമ്പോൾ BJP നേതാക്കളും കേന്ദ്ര മന്ത്രിമാരും വായിൽ തോന്നിയ കണക്കുകൾ പൊതുവേദിയിൽ പറഞ്ഞ് തുടങ്ങിയത് പുതിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുമുണ്ട്. ഭീകര ക്യാമ്പുകൾക്ക് നേരെ നടത്തിയ ഇന്ത്യൻ മിന്നലാക്രമണത്തിൽ എത്ര പേർ മരിച്ചെന്നുള്ള കണക്കുകൾ ആവശ്യപ്പെട്ടുള്ള ചോദ്യങ്ങൾ ശക്തമായ സാഹചര്യത്തിലാണ് മൃതദേഹം കുഴിച്ചിടാൻ പാകിസ്ഥാനികൾ കുഴിയെടുക്കുന്നു എന്ന പേരിൽ ദൃശ്യങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയത്. ചിത്രത്തിൽ മൃതദേഹം മറവ് ചെയ്യുന്നതിനായി എടുത്ത കുഴികൾക്ക് സമീപം കുറെ പേർ നിൽക്കുന്നതും കാണാം. ഭീകരരുടെ മൃതദേഹങ്ങൾ പാകിസ്ഥാനിൽ മറവ് ചെയ്യുന്നു എന്ന കുറിപ്പോടെയാണ് ചിത്രങ്ങൾ പ്രചരിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായി മിന്നലാക്രമണത്തിൽ കൊല്ലപ്പെട്ട പാകിസ്ഥാനികളുടെ മൃതദേഹം മറവ് ചെയ്യാൻ കുഴിയെടുത്തുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ടും നിങ്ങൾ ചോദിക്കുന്നു എത്ര പേർ കൊല്ലപ്പെട്ടെന്ന് എന്നാണ് കുറിപ്പിൽ ചോദിക്കുന്നത്. യുണൈറ്റഡ് ഹിന്ദു എന്ന ഇൻസ്റ്റഗ്രാം പേജിലും ഫേസ്ബുക്കിലും ട്വിറ്ററിലുമെല്ലാം ഈ ചിത്രങ്ങൾ പ്രചരിക്കുന്നുമുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ 2013 പാകിസ്ഥാനിൽ നടന്ന ബോംബ് സ്ഫോടനത്തിന് ശേഷമുള്ള ചിത്രങ്ങളാണ് ഇവയെന്നാണ് ആർട്ട് ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്. ബലാക്കോട്ട്, ചകോതി, മുസഫറാബാദ് എന്നിവിടങ്ങളിലെ ജെയ്ഷെ-ഇ-മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ, ലഷ്കർ-ഇ-തൊയ്ബ എന്നീ ഭീകര സംഘടനകളുടെ സംയുക്ത പരിശീലന കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ വ്യോമസേന മിന്നലാക്രമണത്തിൽ തകർത്തതെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. ആക്രമണത്തിൽ 250-നും 300-നും ഇടയിൽ ഭീകരർ കൊല്ലപ്പെട്ടിട്ടുമുണ്ടെന്നായിരുന്നു ആദ്യം വാർത്തകൾ. എന്നാൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തെക്കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം നടത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. മിന്നലാക്രമണം വിജയമാണെന്നാണ് വ്യോമസേന മേധാവി വ്യക്തമാക്കിയിരുന്നത്. അതേസമയം കൊല്ലപ്പെട്ടവരുടെ കണക്ക് എടുക്കലല്ല തങ്ങളുടെ ജോലി എന്നായിരുന്നു അദ്ദേഹം വിശദീകരിച്ചത്. സർക്കാരാണ് കണക്കുകൾ നൽകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോഴും കണക്ക് സംബന്ധിച്ച അവ്യക്തത തുടരുകയാണ്. തിരിച്ചടിച്ചെന്ന് വാദിക്കുന്നവർ കൊല്ലപ്പെട്ട ഭീകരരുടെ കണക്ക് പറയാൻ മടിക്കുന്നത് എന്തിനാണെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്ന ചോദ്യം. ന്യൂസ് ഡെസ്ക് ടോപ്പ് ന്യൂസ് കേരള. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.